ഹലോ. അതെ, ഇന്ന് ഡ്രസ്സിങ്ങിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. എന്താണെന്നറിയോ, ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന നല്ലൊരു ആക്ടറുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മെഡിസിൻ ഗ്രാജുവേറ്റാണ് പുള്ളി, അല്ലേ? സോ ഷീ ഡ്രസ്സസ് വെരി എലിഗൻ്റ്ലി ആൻഡ് വെരി, എന്താ പറയുക, നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ. പണ്ട് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിൽ അമല ധരിച്ചിട്ട് വന്ന ഡ്രസ്സുകളൊക്കെ ഞാനൊക്കെ ധരിക്കാൻ നോക്കിയിട്ടുണ്ട്. അത്രയുള്ള ഹൈ സ്റ്റാൻഡേർഡ് വൺസ് മേടിക്കാനുള്ള പൈസയൊന്നും അന്ന് അച്ഛനും അമ്മയും തരാറുമില്ല. അവരങ്ങനെ സ്പെൻഡ് ചെയ്യില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എവിടെ നിന്ന് കിട്ടും? അതൊക്കെ മെഡ്രാസിലും മുംബൈയിലും ഒക്കെ ഉള്ള നല്ല ടൈലേഴ്സൊക്കെ ചെയ്തതൊക്കെയാണെന്നൊക്കെ പിന്നീട് അറിഞ്ഞു. പിന്നെ നമ്മൾ എറണാകുളത്തും നല്ല ടൈലേഴ്സിനെ ഒന്നും കണ്ടുപിടിക്കാനുള്ള പ്രാപ്തിയൊന്നും അന്നൊരു ടീനേജറായ നമുക്കില്ലല്ലോ. അമ്മയൊന്നും എറണാകുളത്ത് അങ്ങനെ അധികം പോകത്തില്ല. അമ്മ പോകുന്നത് മുഴുവനും ജസ്റ്റ് സാരീസ് വാങ്ങിക്കാൻ ഷീമാട്ടി, ജയലക്ഷ്മി, ഇത് രണ്ടുമായിരുന്നു അമ്മയുടെ ഒരു സ്ഥലം. പിന്നെ കോട്ടൺ സാരീസ് വാങ്ങിക്കാനായിട്ട് ബ്രോഡ്വേയിൽ ഒരു കടയുടെ പേര് ഞാനിപ്പോഴും പറഞ്ഞു, സ്വാമിയുടെ കട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വാങ്ങിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ വേ ഓഫ് ഡ്രസ്സിങ്. അത് എങ്ങനെയാണ് ഒരു എലിഗൻ്റ് ആയിട്ടുള്ള സ്ത്രീയെയും എലിഗൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ഞാനൊന്ന് പറഞ്ഞു നോക്കുകയാണേ. എനിക്ക് ചില വേ ഓഫ് ഡ്രസ്സിങ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ട്രെൻഡിൻ്റെ പുറകെ പോകാറില്ല. എനിക്ക് ചേരുന്നതും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് ഞാനത് ധരിക്കുകയുള്ളൂ. അതെനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ധരിക്കാറുള്ളൂ. ചിലരൊക്കെ പറയും നിങ്ങൾക്ക് ഇത് നല്ലതല്ല, നിങ്ങൾക്ക് അത് നല്ലതല്ല, അങ്ങനെ. അതൊന്നും എൻ്റെ വിഷയമല്ല കേട്ടോ. ഞാനത് ശ്രദ്ധിക്കാറുമില്ല. നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അട്രാക്ട് നെഗറ്റീവ് പബ്ലിസിറ്റി, നിങ്ങൾക്ക് ഇടാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലർ പറയും അതിനെന്താ ഇപ്പം ഞങ്ങൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദെൻ ദർ ഇസ് നത്തിങ് ടു ടെൽ യു ഗൈസ്. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ ധരിച്ചോളൂ. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ധരിക്കൂ. പക്ഷേ ചില ഇടങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഫോർ എക്സാമ്പിൾ, ഗുരുവായൂർ ടെമ്പിളിൽ ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അവർ പണ്ട് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയതാണ് ഗുരുവായൂർ ടെമ്പിളിലെ ഇതെന്ന് പറയുന്നു. എന്താ, പൂജാക്രമങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ചിട്ടകളിൽ ചില തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ, ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ചിട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണല്ലോ. ആ സ്ഥലത്ത് അങ്ങനെ പാടുള്ളൂങ്കിൽ അതിനെ അഡ്ഹിയർ ചെയ്ത് പോകണം. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഒരു സൊസൈറ്റിയിൽ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, ആ കുട്ടി ഇവിടം വരെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഈ രണ്ട് ബ്രസ്റ്റും ഇവിടുന്ന് നല്ലപോലെ കാണാവുന്ന രീതിയിൽ വിസിബിളാണ്, അങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് എന്തോ ഇത് കട ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നു. അപ്പോൾ അത് വല്ലാത്ത ഒരു ഫറോ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും പല പല ആംഗിളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഷീ വാസ് കംഫർട്ടബിൾ ആൻഡ് ഷീ വാസ് ഡൂയിങ് ഇറ്റ്. ഇവിടെ ഐശ്വര്യലക്ഷ്മി എന്ത് ചെയ്തു എന്നുള്ളതിലുപരി എനിക്ക് പറയാനുള്ളത്, ഈ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊരു നാരേറ്റീവായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാരേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂർ ടെമ്പിളിലെ ചിട്ടകളും വട്ടങ്ങളും നമ്മൾ അഡിയർ ചെയ്ത് പോകേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ഒരു നാരേറ്റീവാണത്. അത് നമ്മൾ അഡിയർ ചെയ്തേ പറ്റുമോ. ദാറ്റ് ഈസ് വൈ. അതർവൈസ് നിങ്ങൾ പോകണ്ട. അതാണ്. അപ്പോൾ ഇവിടെ ഒരു സെലിബ്രിറ്റി എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു നാരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ ഡ്രസ്സ് ചെയ്ത് പോകേണ്ടത്. ഉദാഹരണത്തിന്, ഒത്തിരി സ്ലീവ്ലെസ് ചെയ്ത് ഇട്ടിട്ട് പിന്നെ ആംപിറ്റ് കാണിക്കുക, പിന്നെ ക്ലിവേജ് കാണിക്കുക, ഇതെല്ലാം നമ്മളിവിടെ ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മുടെ ഈ പടവലങ്ങ അല്ലെങ്കിൽ പാവയ്ക്ക രൂപത്തിൽ കിടക്കുന്ന ചെറിയ ഒരു സ്ഥലമായ കേരളത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നതല്ല. എന്നാൽ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾ ഇതുകൂടെ കേട്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. പാശ്ചാത്യ രാജ്യങ്ങളെയാണ് നമ്മൾ മിക്ക കാര്യങ്ങളിലും നമ്മൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടായിരുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ കളഞ്ഞു കുളിച്ചിട്ട് അവിടെ നിന്നുമാണ് നമ്മൾ സംസ്കാരം കടമെടുക്കുന്നത്. അത് കുറച്ച് നാളുകളായിട്ട് യോഗ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തോപ്പുകരണം ഇങ്ങനെ എടുത്തില്ലേ, ഇതെല്ലാം വന്നിട്ട്
ഇന്ത്യൻസിൻ്റെ അടുത്തുനിന്ന് പതഞ്ജലിയുടെയും അവരുടെയൊക്കെ യോഗസൂത്രത്തിൽ നിന്നൊക്കെ ആരൊക്കെയോ നല്ല ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ മനസ്സിലാക്കി അവിടെ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി ഇവിടെ യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു അല്ലേ, ജൂൺ 21 ഏതാ മറന്നുപോയിട്ടോ, യോഗ ഡേ ആയിട്ട് ഒരു ദിവസത്തെ പ്രഖ്യാപിച്ചു അദ്ദേഹം. എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളുടെയാണ് യോഗ, പതഞ്ജലിയിൽ നിന്ന് വന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ഇവിടെ നിന്ന് എല്ലാം പറിച്ചു കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അത് യൂസ് ചെയ്ത് അതിനെ വന്നിട്ട് അവരുടേതാക്കി എടുക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ക്യാപ്സുലായിട്ട് വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഡ്രസ്സിങ്ങിൻ്റെ രീതിയും. അവിടെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗമില്ലേ മിഡ് റിബ്, നമ്മുടെ അരക്കെട്ട് പുറത്ത് കാണിച്ചുള്ള ഡ്രസ്സിങ് അവിടെ അലൗഡ് അല്ല. അതേസമയം അവർക്ക് ഈ മാറിടം കാണിക്കുന്നതിന് വെസ്റ്റേൺ ഡ്രസ്സസിൽ മാറിടം കാണിച്ചിട്ടുള്ള ഡ്രസ്സസ് അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അവർക്കതൊരു ആ അവയവം അവർ കുട്ടികളെ ഫീഡ് ചെയ്യാനുള്ള അതാണെന്നുള്ളതിലാണ് അവർ വെച്ചിരിക്കുന്നത്. അവർക്കതൊരു കാമോദ്ദീപികമായ ഒരു കാര്യമായിട്ടല്ല അവരതിനെ കാണുന്നത്. പിന്നെ എന്നാൽ അവർക്ക് ഈ മിഡ് റിബ്സ്, നമ്മുടെ ഈ ശരീരത്തിൻ്റെ വടിവ് കാണിക്കുന്നത് ബാക്ക് സൈഡ് പുറന്നിരിക്കുന്നില്ലേ, നമ്മുടെ ബ്ലൗസ് ഇങ്ങനെ പുലർന്നിരിക്കുന്നത്, അതെല്ലാം അവർക്ക് ഭയങ്കര എന്താ പറയുക, ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള സ്കിൻ റിവലേഷനാണ്. അതായത് ആ ഭാഗം കവർ ചെയ്യാതെ, ഈ ഭാഗം പുറവശം കവർ ചെയ്യാതെ നമ്മൾ കഴുത്തൊക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് പോകുമ്പോൾ സായിപ്പന്മാരെന്ന് ഞാൻ പറയുന്നത് ഈ വെസ്റ്റേൺ കൾച്ചറിലുള്ളവർക്ക് അതത്ര അവർക്കത് കാമോദ്ദീപകമാണ്. അതാണല്ലോ അതിൻ്റെ വേർഡ്. പക്ഷേ നമുക്ക് ഇവിടെ ആണുങ്ങൾക്ക് അത് അത്രയും തോന്നുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ അതിവിടെ അക്സെപ്റ്റബിൾ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ. അതേസമയം തൈസ് പറഞ്ഞാൽ അറിയാലോ, തുടകൾ കാണിച്ചാൽ ഇവിടെ അത് അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലും. അപ്പോൾ ഒരു സ്ത്രീയുടെ തന്നെ പല ഭാഗങ്ങൾ പല രാജ്യത്തെ ആളുകൾ പല രീതിയിലാണ് കാണുന്നത്, മനസ്സിലായില്ലേ? ഒരു സ്ത്രീയല്ല, സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഓരോരോ സ്ഥലത്തുള്ള നാരറ്റീവ് കാരണമാണ്. അതേസമയം നമ്മുടെ ഇവിടുത്തെ ആൺകുട്ടികൾക്ക് ഇവിടെ ഈ ഭാഗമെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഒരു വിഷമവുമാണ്. അയ്യോ, നമ്മൾ നല്ല കുട്ടികളാണ്, എങ്ങോട്ട് നോക്കും, അങ്ങനെ ഒരു ചിന്തയൊക്കെ അവരുണ്ട്. പക്ഷെ വെളിനാട്ടിലുള്ളവർക്കാണെങ്കിൽ ദേ ജസ്റ്റ് ഡോണ്ട് ഈവൻ കെയർ, അവർ മൈൻഡ് ചെയ്ത് പോലുമില്ല. വളരെ ചെറിയ ഷോർട്സ് ഇട്ടിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഓടിക്കളിക്കും. ഇവിടെ അത് അക്സെപ്റ്റബിൾ അല്ലാത്തത് ഇവിടുത്തെ മൈൻഡ് സെറ്റും നാരേറ്റീവും കൊണ്ടാണ്. അപ്പം നമ്മൾ നാരേറ്റീവ് മാറ്റി ചിന്തിക്കണമോ എന്നുള്ളതാണ് ഐശ്വര്യലക്ഷ്മിയുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ കുറ്റം കാണണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ നാരറ്റീവ് അനുസരിച്ചായിരിക്കും. അപ്പോൾ അഡാപ്റ്റബിൾ ആകുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇനി വരുന്ന കാലത്ത് അവർക്ക് ചിലപ്പം ഈ മീഡിയയിൽ അറ്റൻഷൻ കിട്ടേണ്ടത് അത്യാവശ്യമായിരിക്കാം. ഞാനൊക്കെ വളരെയധികം പൊക്കിക്കൊണ്ട് നടന്നതാണ് പാർവതി തിരുവോത്ത്. എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ പാർവതി തിരുവോത്തിൻ്റെ വസ്ത്രധാരണ രീതി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കുട്ടി. അപ്പോഴും ഇതുപോലെ എല്ലാവരും പറയണ്ടായി, മേ ബി ദേ ജസ്റ്റ് വാണ്ടഡ് ടു സീക്ക് അറ്റൻഷൻ. അതും ഉണ്ടാവുമല്ലോ, അവർക്ക് ലൈറ്റിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവരത് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള ഡ്രസ്സിങ് നാരേറ്റീവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. എന്നിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറയും. അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ പ്രിയങ്ക ചോപ്ര എന്ന് പറയുന്ന നടി, അവർ നല്ല ബുദ്ധിമതിയായ സ്ത്രീയാണ്. നല്ല ബുദ്ധിമതിയാണ് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതേസമയം അതേപോലെ ഡ്രസ്സ് ചെയ്യാറുണ്ട്. അവരും ഇവിടെയൊക്കെ കാണിച്ച് ഡ്രസ്സ് ചെയ്യാറുണ്ട്. അതെവിടേക്കോ അവർക്ക് എപ്പോൾ അത് കംഫർട്ടബിൾ എന്ന് തോന്നുന്നോ, അല്ലെങ്കിൽ ഫാഷൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അത് വേണമെന്ന് തോന്നുമ്പോൾ അവരും ചെയ്യാറുണ്ട്. ജാൻവി കപൂറിനെയും പ്രിയങ്ക ചോപ്രയും പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രിയങ്ക ചോപ്ര നല്ല ബുദ്ധിമതിയായ സുന്ദരിയായ, ആ സൗന്ദര്യം വേറെ ടൈപ്പാണ്, കുറച്ച് ഡസ്കിയാണ് അവർ. ഒരു നല്ല എന്താ പറയുക, ഇരുത്തം വന്ന ആക്ടറാണ്. ജാൻവി കപൂറിനെ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ജാൻവി കപൂർ ജസ്റ്റ് ഒരു ഡോൾ അല്ലേ, എല്ലാവർക്കും കണ്ണിന് ഇമ്പം തരുന്ന കാഴ്ചകൾ തരുന്ന ഒരു ഡോളായിട്ടുള്ള, അന്ന് ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ലാത്ത ഒരു നടിയാണ്. പക്ഷേ രണ്ടുപേരെയും സ്വീകരിക്കുന്ന പ്രേക്ഷകരുണ്ടാകാം. അപ്പോൾ ഐശ്വര്യ ലക്ഷ്മിയുടെ ഡ്രസ്സിങ് ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരുന്നിരിക്കാം, ചിലർക്ക് അക്സെപ്റ്റബിൾ അല്ലായിരിക്കാം. പാർവതി ഒന്ന് സ്റ്റൈൽ മാറ്റി നോക്കിയപ്പോൾ എല്ലാവരും അവരെ കൂവി എന്താ പറയുക, എന്ത് വേഷമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അത് അവർക്കൊരു ചാലഞ്ചായിട്ട് എടുത്ത് ഐ വിൽ ഡു ദിസ് ഇൻ ദ സൊസൈറ്റി, ഞാൻ ഇത് ഡയറിങ് ആയിട്ട് ചെയ്യാൻ ഒരു ആക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് വന്നതാണെങ്കിലോ
അല്ലേ? ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. എൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ചിലർക്ക് ചിലപ്പോൾ അത് എലിഗൻ്റായിട്ട് മിക്കവാറും എല്ലാവരും നിങ്ങൾ കാണുന്നവർ പറയാറുണ്ട്, ചേച്ചിയുടെ സാരികൾ ഇഷ്ടമാണ്, ആഭരണങ്ങൾ ഇഷ്ടമാണ്, എലിഗൻസ് ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത്. ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്, ഞാൻ എപ്പോഴും ഒരിക്കലും ഞാൻ ട്രെൻഡിൻ്റെ പുറകെ പോവുകയില്ല. പിന്നെ ഞാൻ ഈ എന്താ പറയുക, മുക്കുപണ്ടം എന്ന് പറയുന്ന ഇതല്ല കേട്ടോ, സിൽവറല്ല, സിൽവർ പൂശിയ ഗോൾഡൻ ടൈപ്പ് ആഭരണങ്ങൾ ഞാൻ ഇടും. പക്ഷേ അത് ഒരു മെറ്റലിൻ്റെ ആയിരിക്കണം. ഇങ്ങനെ അലോയ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇടാറില്ല. അതായത് പൂശ് എന്നൊക്കെ പറയില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ അതെനിക്ക് സ്കിന്നിന് അലർജിയാണ്, സ്കിന്നിന് ഹാംഫുള്ളാണ്, അത് ശനിയാണെന്നുള്ളതുകൊണ്ട് ഞാനത് ഇടാറില്ല. അതെൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ധരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 1 ഗ്രാം മേടിച്ച് ധരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ 1 ഗ്രാം തന്നെ ധരിക്കും. അപ്പോൾ അവർക്ക് ഇല്ല ഞങ്ങൾക്കത് വ്യത്യസ്തമായിട്ട് വേണമെന്നുള്ളൊരു ആയിക്കോട്ടെ, അത് അവരുടേതായ ഫാഷനാണ്, അവരുടെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ പറയുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇതാണോ ശരി അതാണോ ശരി, അങ്ങനെ ഇല്ല. അങ്ങനെ തെറ്റും ശരിയും ഇല്ല അതിനകത്ത്. അവർക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ ധരിക്കുന്നു. അതേസമയം ഇപ്പോൾ നമ്മളൊരു സയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും പിന്നെ നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലത് എപ്പോഴും ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ, മെറ്റൽസ് ഇടുന്നതാണ്. ഇപ്പം യു ക്യാൻ വെയർ സിൽവർ ആൻഡ് യു ക്യാൻ വെയർ ഗോൾഡ്. ഇത്രയും പണം കൊടുത്ത് ഞങ്ങൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരായിരിക്കാം മറ്റുള്ള ഇത് ഇടുന്നത്, അല്ലേ? അതേപോലെ അതുകൊണ്ട് അവർ ചെയ്തത് ശരിയായില്ല, അവർക്ക് എന്തിൻ്റെ കേടായിരുന്നു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ രാജ്യവും ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് ഓരോ എന്താ പറയുക രീതികളനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ആണെങ്കിലും ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അവരവരുടെ വസ്ത്രധാരണം മാറ്റും. നമ്മൾ മാത്രമാണ് ഇവിടെ കേരളത്തിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഇടും. പിന്നെ അതിന് മുകളിലൊരു പെറ്റിക്കോട്ട്, സാരി ഇടുന്നവരാണെങ്കിൽ അണ്ടർ സ്കേർട്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള പെറ്റിക്കോട്ട് പോലത്തേത് ഇടും. പിന്നെ ഈ ഹാഫ് ബ്ലൗസ് ഇടും, സാരി ബ്ലൗസ്. പിന്നെ വന്നിട്ട് സാരി ഉടുക്കും. അപ്പോൾ മിനിമം 5 വസ്ത്രമായി നമ്മൾ ധരിക്കുന്നത്, അല്ലേ? അത് നമുക്ക് ചൂടാണെങ്കിലും വെള്ളമാണെങ്കിലും ഇത് ഒരേ രീതിയിലാണ് ധരിച്ചു വന്നുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ കാശ്മീർ മുതൽ താഴോട്ട് നോക്കുമ്പോൾ അപ്പോഴും വസ്ത്രധാരണങ്ങൾ വ്യത്യാസമുണ്ട്. ഈ സൗത്തിൽ മാത്രമായിരിക്കും ഈ സാരി പല രീതിയിൽ ഡ്രേപ്പ് ചെയ്തിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. മറാഠീസ് ഡ്രേപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കേരളത്തിൽ ഡ്രേപ്പ് ചെയ്ത് നടന്ന ആൾക്കാർ മൂക്കത്ത് കൈവെക്കും, അല്ലേ? അയ്യേ ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ദീസ് ആർ ദ തിങ്സ്. അപ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു നാരേറ്റീവ് വെച്ചിട്ട് ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ നേരെയാണെങ്കിലും കൈവിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ല. അത് അവരതൊരു ഇപ്പോൾ ശരി, അവർ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് വന്നൊരു സാരി ഇട്ടിട്ട് വന്നാൽ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, അല്ലേ? അപ്പോൾ ഇതും ഒരു നോമാക്കി അങ്ങ് എടുക്കുകയാണ്. ഷീ ഈസ് ട്രൈങ് ടു ബ്രിങ് എ കൈൻഡ് ഓഫ് ചേഞ്ച്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പൊക്കോളൂ. അതിന് പോയിട്ട് അവരെ കല്ലെറിയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഷീ ഓൾസോ നീഡ് സം അറ്റൻഷൻ, അല്ലേ? അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ അവർക്ക് അത്തരത്തിലുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ഓൾസോ ട്രൈങ് ടു ഡ്രസ് അപ്പ് ഡിഫറെൻ്റ്ലി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ പാർവതി തിരുവോത്തോ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അധികം ഊന്നൽ കൊടുക്കാതെ, നിങ്ങളത് എമുലേറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് പകർത്തണ്ട, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മേക്ക് സൊസൈറ്റി ലിറ്റിൽ മോർ ലിബറൽ. സൊസൈറ്റി എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല അങ്ങനത്തെ വസ്ത്രധാരണമെങ്കിൽ നിങ്ങൾ ധരിക്കണ്ട, അത്രയേ ഉള്ളൂ. അവർ ധരിച്ചോട്ടെ, അല്ലേ? എന്ന് കരുതി അവർ നഗ്നയായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഇത് അവരുടെ ഓൺ രീതികളിൽ അവരൊന്ന് ട്രൈ ചെയ്യുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. ദിൽ ഖുലാവോ എന്ന് പറയത്തില്ലേ, എന്താ പറയുക, ഖുലാക്കർ രഹോ, അത് ഹിന്ദി പറയാൻ അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാണ് ഖുലാക്കർ വെക്കേ, ഇങ്ങനെ അങ്ങ് തുറന്ന് വെക്കേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും നമുക്ക് റിലാക്സ്ഡ് ആവും. മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടി നമ്മൾ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളുടെ നേരെ ചൂണ്ടുന്ന ആ വിരലുകൾ ഇങ്ങനെ ചൂണ്ടുന്നത് കുറവ് വരും, അല്ലേ? നമ്മളിങ്ങനെ ചെയ്യാതെ നമ്മളിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നോളൂ. അതിനെന്താ, ദാറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പഠിക്കൂ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ വി ബിക്കം മെച്വേർഡ്. നമ്മളൊരു മെച്വേർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും.
ഇല്ലേ, മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റലാകണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ ഐശ്വര്യലക്ഷ്മിക്ക് ഇപ്പം ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കണമെന്നാണെങ്കിൽ ലെറ്റ് ഹർ നോ. നിങ്ങൾ ലെറ്റ് ദം എന്നുള്ള തിയറി ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കൂ. ആര് എന്ത് ചെയ്തോട്ടെ, ദാറ്റ് ഈസ് നോട്ട് യുവർ കൺസേൺ. നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ പീസിനും ഒന്നും ബാധകമല്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ സമയം കളയാതിരിക്കൂ. അത് തന്നെയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കൂ. നമുക്കൊരു നന്മ തരുന്ന പോഡ്കാസ്റ്റുകൾ കേൾക്കൂ, നമുക്ക് മനസ്സിന് ആനന്ദം നൽകുന്ന എന്താ പറയുക ഗാനങ്ങൾ കേൾക്കൂ, അല്ലേ? എല്ലാത്തിലും പോയി കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിനകത്ത് എന്താ പറയുക അതിൽ ചികഞ്ഞുകൊണ്ട് ഇരിക്കാതെ, അല്ല ഒരാളിത് ചെയ്തു ഒരാളത് ചെയ്തു, അത് ചെയ്യാതെ നമുക്കങ്ങ് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വ്യാജന്മാരിൽ പോയി പെടരുത്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതിപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ലഗ്ധം എന്ന് പറഞ്ഞ് വിടുന്നതിൻ്റെ ഭാഗമായിട്ട് വിടാമെങ്കിലും വ്യാജന്മാർ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ആ ഒരു അൽഗരിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നിടത്തു നിന്ന് മാറി നിൽക്കുക. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം എൻ്റെ പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തോളൂ. ദിസ് ഈസ് ഓൺലി ഫോർ മൈ ഡെവലപ്മെൻറ്റ് ഐ എം ഡൂയിങ്, അല്ലേ? അപ്പം അതിൻ്റെ ഇടയിലൂടെ നിങ്ങൾ കുറച്ച് പേര് കേട്ട് നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ആകുന്നുണ്ട്, മനസ്സ് നന്നാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേൾക്കുക. ബിക്കോസ് യു ആർ ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ കേൾക്കേണ്ട കാര്യമില്ല, അല്ലേ? സിമ്പിളാണ്. ലൈഫ് ഈസ് ആസ് സിമ്പിൾ ആസ് മാവ. നമ്മുടെ ഇതിനകത്ത് പ്രേമത്തിൽ വിനയ് ഫോർട്ട് പറയുന്ന പോലെ മാവ സിമ്പിളാണ്, ജാവ സിമ്പിളാണെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റീവ്സ് നമ്മുടെ മനസ്സിന് സുഖം തരുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രിങ് പീസ്. പീസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്നത്, അല്ലേ? പീസ് ആൻഡ് ഹാപ്പിനെസ്. അത് രണ്ടും ഇല്ലെങ്കിൽ, പീസ് ഉണ്ടെങ്കിലാണ് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മേടിച്ച് കൊണ്ടുവരുമ്പോൾ കാണുന്ന ഹാപ്പിനെസ്, ചുറ്റുവട്ടത്ത് ക്യാസ് ആണ്, പീസ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും വെൽത്തിനും മാനസിക ഉല്ലാസത്തിനും പറ്റുന്നതായിട്ടുള്ള പോഡ്കാസ്റ്റ് കാണുക നിങ്ങൾ. ടേക്ക് അവേ ഈസ് ഡോണ്ട് ക്രിയേറ്റ് നാരറ്റീവ്സ്. വെസ്റ്റേണേഴ്സിൻ്റെ നാരറ്റീവ്സ് വ്യത്യസ്തമാണ്, നമ്മുടെ നാരറ്റീവ്സും വ്യത്യസ്തമാണ്. അപ്പം ഞാൻ പണ്ട് ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുള്ളവരോട് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല. അതിനകത്ത് ശ്രീദേവി സാരി ഇട്ടിട്ട് സ്റ്റാർബക്സിൽ പോയി നിന്ന് കാപ്പി കുടിച്ച കഥ, അത് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബിക്കോസ് അവർക്ക് അതൊരു പ്രാകൃത വേഷമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഈ 5-6 തുണി ചുറ്റി അല്ലേ നിൽക്കുന്ന കാണുമ്പോൾ തോന്നി കാണുമായിരിക്കും. ബിക്കോസ് ദേ വെയർ ഓൾ വെസ്റ്റേൺ സ്കേർട്സ് ആൻഡ് പാൻസ്, അല്ലേ? അപ്പോൾ അത് അവരുടെ മനസ്സിൽ ആ ഒരു നെറേറ്റീവാണ്. എനിക്ക് അവരെ കാണുമ്പോൾ എന്തോ വേഷമായതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ദറ്റ്സ് നോട്ട് ദ വേ ടു തിങ്ക് എന്നുള്ളത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ വായനയിൽ ഊന്നുമ്പോഴും നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്നോട് ഇത് കേൾക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ചേച്ചി ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യണം. ഞാൻ പറയട്ടെ, 1000 ബുക്സുകൾ വായിക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക്, പക്ഷേ അതിനു മുമ്പ് ഒരു ബുക്ക് കൊണ്ട് തുടങ്ങാൻ പറഞ്ഞാൽ ഞാൻ പറയും ആദ്യം ഈ ലഗ്ധം തിയറി അങ്ങോട്ട് വായിച്ചുള്ളൂ. വെരി സിമ്പിളാണ്. മെൽ റോബിൻസിൻ്റെ ലഗ്ധം കേട്ടോ, 500 രൂപയോളം ആകും ആ ബുക്കിന്. അത് ഇംഗ്ലീഷ് ഒരു വിധത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവർ ദയവ് ചെയ്ത് അത് വായിക്കുക. ലെറ്റ് ദം എന്നുള്ളത് നമ്മുടെ ലൈഫിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് വായിച്ച് കഴിയുമ്പം. അവരുടെ ഓരോ ഇൻസിഡൻസും ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ അതൊന്ന് വാങ്ങിച്ചു വായിക്കൂ. ആ ഒരു മോഡലിൽ ജീവിക്കാനും ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റിനുമുള്ളതൊക്കെ നമ്മളെ വളരെയധികം ബോദർ ചെയ്യത്തില്ല. വി വിൽ ബി ഹാപ്പി ഇൻസൈഡ്. നമ്മുടെ ഇന്നർ വെൽബീയിങ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് നമുക്ക് മനസ്സിലാകും. ഇന്ന് ഞാൻ എക്സസൈസൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. ആൻഡ് സോ യു ഡ്രസ് ആസ് യു ലൈക്ക്, ബട്ട് ദ എലിഗൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എലിഗൻ്റ് ആണെന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതാണ് എൻ്റെ ഒരു മോട്ടോ. അല്ലാതെ എലിഗൻ്റ് അല്ലാന്ന് നിങ്ങൾക്കുള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഡോണ്ട് വെയർ ഇറ്റ്. ഓക്കെ, യെസ്.